ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ അല്ലെങ്കിൽ എന്താണ് എപ്സ്റ്റീൻ ഫയൽ? 1953 ജനുവരി 20 ന്യൂയോർക്കിലുള്ള ഒരു ജൂത കുടുംബത്തിൽ ജനനം. 1974 മാൻഹട്ടനിലുള്ളൊരു സ്കൂളിൽ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തു. അധികകാലമൊന്നും അവിടെ തുടരേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഏകദേശം 1976 കൂടി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. കാരണം പ്രോപ്പറായിട്ടുള്ള രേഖകളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളോട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറ്റം, അതുമൂലമൊക്കെയാണ് 1976 തന്നെ പറഞ്ഞു വിട്ടത് അവിടെ നിന്ന്. 1981 ഇന്റർ കോർഡിനേറ്റിംഗ് അസറ്റ് INC എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്തു. ഇത് തട്ടിപ്പുകാരായ അഭിഭാഷകരിൽ നിന്നും അതുപോലെ തന്നെ ഇടനിലക്കാരിൽ നിന്നും പൈസ തിരിച്ച് എടുത്ത് കക്ഷികൾക്ക് കൊടുക്കാൻ വേണ്ടി സഹായിച്ചു. ഇതുമൂലം ഈ ഒരു INC എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഗ്രൂപ്പ് പെട്ടെന്ന് തന്നെ ഈ ആൾക്കാരിലേക്ക് സുപരിചിതരായി. അതുപോലെ തന്നെയാണ് ആ ഒരു ടൈമിൽ നല്ലതുപോലെ ബിസിനസ് ഡെവലപ്പ് ആവുകയും ചെയ്തു. ശതകോടീശ്വരൻ എന്നൊരു നിലയിൽ വരെ എത്തി. ആദ്യമായി ഇയാൾക്കെതിരെ അന്വേഷണം നടക്കുന്നത് 14 വയസ്സുള്ളൊരു മോളെ പണം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതിനെ ചൊല്ലിയാണ്. ആ പരാതിയുമായിട്ട് മുന്നോട്ട് പോയത് ആ കുട്ടിയുടെ രണ്ടാനമ്മയും. ഏകദേശം 13 മാസത്തോളം ഇതിന്റെ ഒരു അന്വേഷണം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. വൈകാതെ തന്നെ പ്രായപൂർത്തിയായവരും പ്രായപൂർത്തിയാവാത്തവരും എപ്സ്റ്റീനെതിരെ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു. അതേ തുടർന്ന് 2006 മെയ് 5 ഇരകളുടെയും 17 ദൃക്സാക്ഷികളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ പാൻ ബീച്ച് പോലീസ് ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചു. എപ്സ്റ്റീൻ കുറ്റക്കാരന് ആണ് എന്നുള്ള പോലീസിന്റെ നിഗമനത്തിൽ അയാൾ അറസ്റ്റിലായി. ഇതിന്റെ തുടർഭാഗം വേണമെങ്കിൽ നമുക്കിവിടെ ചർച്ച ചെയ്യാം. എന്താണെന്ന് വെറും 18 മാസമാണ് അയാൾ ആ ജയിലിൽ ശിക്ഷിക്കപ്പെട്ടത്. അയാൾ ഒരു ലൈംഗിക അതിക്രമിയാണ് എന്ന് മുദ്രകുത്തിയിട്ടും അയാൾ വീണ്ടും ആ പണി തന്നെ തുടർന്നുകൊണ്ടിരുന്നു. സമാന രീതിയിലുള്ള പല കേസുകളും ഉയർന്നു വന്നതിനെ തുടർന്ന് 2019 ജൂലൈയിൽ അയാളെ വീണ്ടും അറസ്റ്റ് ചെയ്യുകയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അയാൾ ജയിലിൽ മരണപ്പെടുകയും ചെയ്തു. പോലീസ് പറയുന്നത് കൂട്ടുപ്രതിയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മരണപ്പെട്ടതായിട്ടാണ്. പക്ഷേ ജെഫ്രി എപ്സ്റ്റീന്റെ മരണം അയാൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെയും അരാജകത്തിന്റെയും അവസാനമായിരുന്നില്ല എന്ന് ഇപ്പോൾ അമേരിക്കയും ലോകവും തിരിച്ചറിയുകയാണ്. ഒന്നും രണ്ടുമല്ല, ഒരു കൂട്ടം പ്രമുഖരെയാണ് ജെഫ്രി എപ്സ്റ്റീൻ ഇരുട്ടത്ത് നിർത്തിയിരിക്കുന്നത്. ആ ലിസ്റ്റിൽ ബ്രിട്ടൻ രാജകുടുംബമുണ്ട്, ഹോളിവുഡ് നടിയുണ്ട്, അമേരിക്കൻ മുൻ പ്രസിഡന്റുമാരുണ്ട്, സയന്റിസ്റ്റ് ഉണ്ട്, പാട്ടുകാരുണ്ട്, അങ്ങനെ നിരവധി പേരുണ്ട്, പൊളിറ്റീഷ്യൻസ് ഉണ്ട്. പക്ഷേ അതിൽ മെൻഷൻ ചെയ്യുന്ന ആൾക്കാർ പലരും ഇന്ന് ജീവനോടെ ഇല്ല എന്ന് പറയുന്നതാണ് സത്യം. എപ്സ്റ്റീന്റെ ഇരകളിൽപ്പെട്ട വെർജീനിയ ഉഫ്രിയ 2015 ജെഫ്രിന്റെ പങ്കാളി ഗിൽസൺ മാക്സ്വെല്ലിനെതിരെ കൊടുത്ത രേഖകളാണ് ആദ്യം പുറത്തു വന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബന്ധപ്പെട്ട രേഖകളും പുറത്തുവിടാൻ കോടതി തീരുമാനിച്ചത്. അമേരിക്കൻ മുൻ പ്രസിഡന്റായ ബിൽ ക്ലിന്റൺ, പാക്മാൻ, ഹോളിവുഡ് നടനായ ഡികാപ്രിയോ, ബ്രിട്ടീഷ് സയന്റിസ്റ്റായ സ്റ്റീഫൻ ഹോക്കിങ്സ്, ബ്രിട്ടൻ രാജകുടുംബമായ പ്രിൻസ് ആൻഡ്രൂ, പോപ്പ് താരമായ മൈക്കിൾ ജാക്സൺ, ഹോളിവുഡ് നടി കാമറൂൺ, അങ്ങനെ നിരവധി പേരാണ് ഈ ലിസ്റ്റിലുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിലവിലുള്ള ഈ ഫയലിലുള്ള ചുരുക്കം ചില ആളുകളുടെ പേര് മാത്രമാണ് ഇവിടെ മെൻഷൻ ചെയ്തത്. അതിൽ നമുക്ക് ട്രംപ്, അങ്ങനെ പലരും നിരവധി പേര് ഇനിയും നമ്മൾ മെൻഷൻ ചെയ്യാൻ ഉണ്ട്. അതിലെ ചില പ്രമുഖരായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്ത് പറഞ്ഞേക്കുന്നത്. ഇതിൽ പറയുന്ന പലരും ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്തവരല്ല. പക്ഷേ ഈ ഫയലിൽ പറയുന്നത് ഇവര് ചെയ്ത കുറ്റങ്ങൾ കേൾക്കുമ്പോൾ പലരും ഞെട്ടുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഇവർ ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവർ ലൈംഗിക കുറ്റം ചെയ്തിട്ടില്ലെങ്കിലും അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ കേൾക്കുമ്പോൾ പലരും നടുങ്ങും എന്നാണ് നമുക്ക് ഈ ഫയലിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറയുന്ന ദ്വീപിലാണ് 12നും 17നും വയസ്സിലുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഈ ജെഫ്രി എപ്സ്റ്റീൻ കടത്തിക്കൊണ്ടുവന്ന്, അത് കപ്പൽ വഴിയും അതുപോലെ തന്നെ ഈ ഹെലികോപ്റ്റർ വഴിയും കടത്തിക്കൊണ്ടുവന്ന് തടവിലാക്കി തൻ്റെ ആഡംബരമായിട്ടുള്ള കൂട്ടുകാർക്ക് വേണ്ടി ലൈംഗിക വൃത്തിക്ക് നൽകിക്കൊണ്ടിരുന്ന, ഈ ലൈംഗിക വൃത്തിക്ക് അല്ലെങ്കിൽ എപ്സ്റ്റീൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാത്ത കുട്ടികൾക്ക് ആഹാരം പോലും കൊടുക്കാത്ത രീതിയിലുള്ള ചൂഷണമായിരുന്നു അയാൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രമുഖരായ പലരെയും അദ്ദേഹത്തിൻ്റെ ആ ജെഫ്രി എപ്സ്റ്റീൻ്റെ കൂട്ടുകാരെന്ന് പറയുന്ന പ്രമുഖരായ പലരെയും ആ ഒരു ദ്വീപിൽ കൊണ്ടുവന്ന് അയാൾ ഈ കുട്ടികളെ ലൈംഗിക വൃത്തിക്ക് അയാൾ ഇരയാക്കി, അല്ലെങ്കിൽ കുട്ടികളെ അയാൾ അദ്ദേഹത്തിൻ്റെ ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്ക് ഒരു കാഴ്ച വസ്തുവാക്കി കൊടുത്തു. എപ്സ്റ്റീന്റെയും കൂട്ടാളികളുടെയും ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടി ആ ഒരു ദ്വീപിനെ പറഞ്ഞത് ഹെൽ അഥവാ നരകമെന്നാണ്. അതിനെ ആ പെൺകുട്ടി അല്ലെങ്കിൽ അതിജീവിത എന്ന് പറയുന്ന ആ കുട്ടി അതിനെ വിശേഷിപ്പിച്ചത് ആ ദ്വീപ് ഒരു നരകത്തിന് തുല്യമായ ഒരു ദ്വീപായിരുന്നു എന്നാണ് ആ കുട്ടി ആ ദ്വീപിനെ വിശേഷിപ്പിച്ചത്.
എപ്സ്റ്റീൻ്റെ കാമുകിയായ ഗിൽ മാക്സ്വെല്ലും അതിക്രൂരമായിട്ട് പല പെൺകുട്ടികളെയും പല കുട്ടികളെയും ആക്രമിച്ചു എന്ന് പല അതിജീവിതയായ പെൺകുട്ടികളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് അവരവിടെ അനുഭവിച്ചത്. ബിൽ ക്ലിൻ്റൺ, ആൻഡ്രൂ രാജകുമാരൻ, സ്റ്റീഫൻ ഹോക്കിൻസ്, റിച്ചാർഡ് ബ്രാൻസൺ തുടങ്ങിയവർക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ആ ഫയലിൽ പറയുന്നത്. ആൻഡ്രൂ രാജകുമാരൻ പ്രായപൂർത്തിയാകാത്ത പല പെൺകുട്ടികളെയും ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് ആ രേഖകളിൽ പറയുന്നുണ്ട്. കോടതി രേഖകളിൽ 67 തവണയാണ് ആൻഡ്രൂ രാജകുമാരനെ മെൻഷൻ ചെയ്ത് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിൻസും ഇതുപോലെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു എന്ന് കോടതി രേഖകളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ സ്റ്റീഫൻ ഹോക്കിൻസ് ചെയ്തിട്ടില്ല എന്ന് പറയുവാൻ വേണ്ടി ഈ ജെഫ്രി എപ്സ്റ്റീൻ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്ക് പൈസ കൊടുക്കുകയും അങ്ങനെ എന്തൊക്കെയോ ഒരു ആരോപണങ്ങളും ഉന്നയിച്ച് വരുന്നുണ്ട്. ഇത് ജെഫ്രി എപ്സ്റ്റീൻ്റെ കഥ മാത്രമല്ല, ഇന്ത്യയിൽ ഇന്ന് 800ഓളം കൂടി സ്ത്രീകളെയും കുട്ടികളെയും കാണാതായിട്ടുണ്ട്. ഇത് ഇന്നിപ്പോൾ പുറലോകം അറിഞ്ഞത് ജെഫ്രി എപ്സ്റ്റീൻ്റെ കഥയാണെങ്കിൽ നാളെ കുറേ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ ഈ നടക്കുന്ന വേറൊരു ജെഫ്രി എപ്സ്റ്റീൻ്റെ കഥയും നമുക്ക് ഈ പറയേണ്ടിയിരിക്കുന്നു. ഇതാണ് നിലവിലുള്ള ജെഫ്രി എപ്സ്റ്റീൻ ആരാണ് എന്നുള്ളതിൻ്റെ ഒരു ഏകദേശം ഒരു രൂപവും. അതാണ് എന്താണ് എപ്സ്റ്റീൻ ഫയൽ. ഈ ജെഫ്രി എപ്സ്റ്റീൻ ചെയ്തു വെച്ചതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ ചെയ്തു വെച്ച കൊള്ളരുതായ്മയാണ് ആ ഒരു ഫയലിലുള്ളത്. ഇതിൻ്റെ തുടർ വിവരണം ഇനി വേണ്ടി വരൂല എന്ന് തോന്നുന്നു. ഏകദേശം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ കണ്ടെത്തിയ വിവരങ്ങളാണ് ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു.